ഇനിയിപ്പോ ആരും കേരളത്തിൽ കിടന്ന് തപ്പണ്ട. ബംഗാളിലേക്ക് കച്ചവടമായിരിക്കുകയാണ്. DMK-യുമായി നടത്തിയ നീക്കങ്ങൾ പാളിയതിന് പിന്നാലെ തന്നെ PV അൻവർ തൃണമൂൽ കോൺഗ്രസുകാരനാകുമ്പോൾ ചർച്ചകളിൽ അയോഗ്യതാ പ്രശ്നവും ഉണ്ട്. അൻവറിന്റെ MLA സ്ഥാനം സംബന്ധിച്ച് തന്നെയാണ് നിലവിൽ ആശങ്ക നിലനിൽക്കുന്നത്. സ്വതന്ത്ര MLA ആയ അൻവറിന് നിയമസഭയുടെ കാലാവധി തീരും വരെ മറ്റൊരു പാർട്ടിയിൽ ചേർന്നാൽ അയോഗ്യതാ പ്രശ്നമുണ്ട്. ഇതിൽ PV അൻവർ നിയമോപദേശം തേടിയിട്ടുമുണ്ട്. തൃണമൂൽ കോൺഗ്രസിന്റെ അംഗത്വം സ്വീകരിച്ചിട്ടില്ല എന്ന് PV അൻവർ പറയുന്നുമുണ്ട്. പാർട്ടിയുടെ കോഓർഡിനേറ്ററായി പ്രവർത്തിക്കുന്നതിന്റെ ചുമതല മാത്രമാണ് താൻ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് PV അൻവർ പറയുകയാണ്. തൃണമൂലിൽ ചേർന്നാൽ അൻവറിനെ അയോഗ്യനാക്കാൻ CPM നടപടികൾ എന്തായാലും തുടങ്ങും എന്നതിൽ ഒരു തർക്കവും വേണ്ട. ഇത് അൻവറിന് ഒരു കടുത്ത അടി തന്നെയാണ്. പിണറായി സർക്കാരും അൻവറിനെ അയോഗ്യനാക്കുന്നതിൽ എന്താണ് തടസ്സം എന്നത് പരിശോധിക്കുകയാണ്. പാർട്ടിയെ ചതിച്ചു കൂറുമാറിയ അൻവറിനെതിരെ കടുത്ത നിലപാട് തുടരാൻ തന്നെയാണ് പാർട്ടി തീരുമാനവും. തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹാരിഷ് പാലത്തിങ്കലുമായി ഫോണിൽ സംസാരിച്ചാണ് അൻവർ തൃണമൂലുമായി അടുത്തിട്ടുണ്ടായിരുന്നത്. അൻവർ MLA ആയതിനാൽ തന്നെ ദേശീയ നേതൃത്വത്തിന് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നതിനോട് താല്പര്യവും ഉണ്ടായിരുന്നു. തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന PV അൻവർ MLA ഇന്ന് കൊൽക്കത്തയിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി വാർത്താ സമ്മേളനം നടത്തിയേക്കും എന്നാണ് കിട്ടുന്ന വിവരം. ഇതിൽ പാർട്ടി അംഗത്വം സ്വീകരിച്ചത് വിശദീകരിക്കുമോ എന്നാണ് CPM ഉറ്റുനോക്കുന്നത്. അങ്ങനെ വന്നാൽ അയോഗ്യനാക്കാനുള്ള നടപടികൾ ഉടൻ തുടങ്ങാനും സാധിക്കുമായിരുന്നു. അത് തന്നെയാണ് CPM-ന്റെ നീക്കവും. അതിനിടെ തൃണമൂലിൽ ചേർന്നെന്ന് അൻവർ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അൻവർ ഇങ്ങനെ ആരെങ്കിലും എടുക്കുമോ തന്നെ എടുക്കുമോ എന്നൊക്കെ പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായിരുന്നു. സുധാകരന് താല്പര്യമുള്ളപ്പോൾ സതീശന് താല്പര്യമില്ല, അല്ലെങ്കിൽ ആര്യടൻ ഷൗക്കത്തിനില്ല. അങ്ങനെ അൻവറിന് ഒരിടത്തും സ്ഥാനമില്ലാതെ നെട്ടോട്ടത്തിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി. ലീഗുകാരെ പോയി കാണും, ബഹളം, അങ്ങനെയൊക്കെ ആയിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. അവസാനം ഒരിടത്തും കിട്ടിയില്ലെങ്കിൽ BJP-യിലോട്ട് എന്നുള്ള നിലപാടിൽ തന്നെയായിരുന്നു നമ്മുടെ മുതലാളി. ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തായ അൻവർ MK സ്റ്റാലിൻ നേതൃത്വം നൽകുന്ന DMK-യിൽ ചേരാനായിരുന്നു ആദ്യ നീക്കം. ഇതിനായി DMK എന്നൊരു ചുരുക്കപ്പേരിൽ മറ്റൊരു സംഘടനയും അദ്ദേഹം രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. DMK-യും കൈയൊഴിഞ്ഞതോടെ മുസ്ലിം ലീഗിലും പിന്നീട് കോൺഗ്രസിലും അംഗമാവാൻ ശ്രമമായിരുന്നു. ഇതും നടക്കില്ല എന്ന് ഉറപ്പായതോടെ UDF മുന്നണിയുടെ ഭാഗമാവാനായി ചർച്ചകൾ നടത്തുകയായിരുന്നു. മുസ്ലിം ലീഗ് നേതാക്കളെ വീട്ടിലെത്തിപ്പോയി കണ്ടിരുന്നു. കോൺഗ്രസ് അടുപ്പിച്ചില്ല. സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വം അംഗീകരിക്കാത്ത മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിൽ എടുക്കുന്നതിന് കോൺഗ്രസിന് പുനരാലോചന എന്തായാലും വേണ്ടിവരും. ബംഗാളിലും കോൺഗ്രസിന്റെ ശത്രുപക്ഷത്ത് തന്നെയാണ് തൃണമൂലുള്ളത്. രാജീവ് ഗാന്ധി അധിക്ഷേപിച്ചതിനും അൻവർ ഇതുവരെ മാപ്പ് പറഞ്ഞിട്ടുമില്ല. ആലോചനയില്ലാത്ത നീക്കങ്ങളും എടുത്തുചാട്ടവും UDF-നും ബാധ്യതയാവുമെന്ന് മുസ്ലിം ലീഗിന്റെ സംശയവും ബലപ്പെട്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ കൊൽക്കത്തയിൽ നിന്ന് തൃണമൂൽ മെമ്പർഷിപ്പുമായി തിരിച്ചെത്തുന്ന അൻവറിന്റെ ഭാവി ഉറ്റുനോക്കുകയാണ് അൻവറിന്റെ തന്നെ അനുയായികൾ.